ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ലവ് ഡെത്ത് ആൻഡ് റോബോട്ട്സ് വോളിയം 4. ഇത് ഒരു നെറ്റ്ഫ്ലിക്സിൽ കുറച്ച് നാളായിട്ടുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ 4th സീസണാണ്. ഇതിന് മുമ്പത്തെ സീസൺ വന്നത് ഏകദേശം 3 വർഷം മുന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു. യൂഷ്വലി 18 എപ്പിസോഡ്സ് ഒക്കെ ഉള്ള സീസൺസ് വന്നിട്ടുണ്ട്. ബട്ട് ദിസ് ടൈം 10 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. ഒരുപാട് എക്സ്പെക്ടേഷൻസോട് കൂടിയാണ് എവറി ടൈം ഒരു ലവ് ഡെത്ത് ആൻഡ് റോബോട്ട്സ് സീസൺ വരുമ്പോൾ നമ്മൾ കാണാനിരിക്കും. ആദ്യത്തെ ഒരു സീസൺ തൊട്ട് തന്നെ ഇവർ കൊണ്ടുവരുന്നൊരു ഫ്രഷ്നെസ് ഉണ്ട്. ഓരോ സ്റ്റോറിയിലെ ഫ്രഷ്നെസ്, അതിൽ യൂസ് ചെയ്യുന്ന ആനിമേഷൻ സ്റ്റൈലിൻ്റെ ഡിഫറൻസസ്, അതുപോലെ അവർ അഡാപ്റ്റ് ചെയ്തേക്കുന്ന രീതികൾ, അതിനെ കോപ്പി ചെയ്തുകൊണ്ട് ഓൾമോസ്റ്റ് അതിനെ മിറർ ചെയ്തുകൊണ്ട് തന്നെ അതേ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീരീസ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലുണ്ട്. സീക്രട്ട് ലെവൽ വീഡിയോ ഗെയിംസ് ബേസ് ചെയ്തൊരു തീംസ് ബേസ് ചെയ്തൊരു സാധനം ഇപ്പോൾ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ലവ് ഡെത്ത് ആൻഡ് റോബോട്ട്സിന് അത്രയും പോരാ എന്നൊക്കെ പറഞ്ഞൊരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. ബട്ട് ലവ് ഡെത്ത് ആൻഡ് റോബോട്ട്സിൻ്റെ സീസൺ 4 കണ്ടതിന് ശേഷം ഉറപ്പായിട്ടും പറയാണ് സീക്രട്ട് ലെവൽ ഹാപ്പൻസ് ടു ബി ഫാർ ബെറ്റർ. കാരണം ഈ സംഗതി ഞാനിപ്പോൾ ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, റാങ്കിങ് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഒന്നുകൂടെ റാങ്കിങ് നോക്കുമ്പോൾ ഐ തിങ്ക് മെനി ഓഫ് ദീസ് എപ്പിസോഡ്സ് ആർ ലൈക്ക് ജസ്റ്റ് ബാഡ്. ബട്ട് എനിവേ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച സ്ഥിതിക്ക് കുറച്ച് അഭിപ്രായം എന്തായാലും പറയണമല്ലോ. 10 എപ്പിസോഡ്സാണ് ഉള്ളത്. ആസ് ഓൾവേസ് ഡിഫറെൻറ്റ് ആർട്ട് സ്റ്റൈൽസ്, ഡിഫറെൻറ്റ് ടീംസ്, ഡിഫറെൻറ്റ് ഷോർട്ട് സ്റ്റോറീസ്. മോസ്റ്റ്ലി ഡയറക്ടേഴ്സ് 4 പേരാണ് ഉള്ളത്. അതിൽ 2 പേര് ഇച്ചിരി പോപ്പുലറാണ്. ഒന്ന് ഡേവിഡ് ഫിഞ്ചറാണ്, രണ്ടാമത്തേത് ടിം മില്ലറാണ്. ആദ്യത്തെ ഡെഡ്പൂളൊക്കെ ചെയ്തത് പുള്ളിയാണ്. അപ്പോൾ ടിം മില്ലർ തന്നെയാണ് സീക്രട്ട് ലെവലിൻ്റെയും എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒരേ സമയം 2 റൈവൽ പാർട്ടീസിൻ്റെ 2 റൈവൽ OTTസിലൂടെ വർക്ക് ചെയ്തതിൻ്റെ ഖ്യാതി ഇപ്പോൾ പുള്ളിക്കാരനുണ്ട്. എനിവേ, ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് റാങ്ക് ചെയ്തപ്പോൾ തന്നെ ഇപ്പോൾ തോന്നുന്നു റാങ്ക് ഒന്നും ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് ഏറ്റവും വേസ്റ്റ് ആയിട്ട് തോന്നിയത് ആക്ച്വലി കാൺ സ്റ്റോപ്പ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു എപ്പിസോഡാണ്. അതാണ് ഫസ്റ്റ് എപ്പിസോഡ്. ആക്ച്വലി അത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ഡേവിഡ് ഫിഞ്ചറുമാണ്. സോ ഫാൻ ബോയ്സ് മേ നോട്ട് ബി ദാറ്റ് ഹാപ്പി. ഒരു ബാൻഡിൻ്റെ ലൈവ് പെർഫോമൻസ് ആണ്. അത് ആക്ച്വലി റിയൽ ലൈഫിൽ നടന്ന ഒരു ലൈവ് പെർഫോമൻസിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടാണ് ആ ഷോട്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ജസ്റ്റ് എ മ്യൂസിക് വീഡിയോ വിത്ത് പപ്പറ്റ്സ്, സ്ട്രിങ് പപ്പറ്റ്സ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഏതോ ഒരു സമയത്ത് ദർ ഇസ് എ സീൻ ഇൻ വിച്ച് ആ സ്ട്രിങ്സ് കത്തുന്ന സീനുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് അപ്പോഴെങ്കിലും ഒരു സ്റ്റോറി വരുന്നു. അത് സ്റ്റോറി ആയിട്ടൊന്നുമില്ല, ഇറ്റ്സ് ജസ്റ്റ് ഒരു മ്യൂസിക് പെർഫോമൻസ്. ഇങ്ങനെ പപ്പറ്റ്സിനെ വെച്ചിട്ടുള്ളത് ആനിമേഷൻ കൊള്ളാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് കാര്യമായിട്ട് യാതൊരു വാല്യൂവും തോന്നിയില്ല. ഐ ഫൗണ്ട് ഇറ്റ് ടു ബി വെരി ബോറിംഗ് ടു ബി ഓണസ്റ്റ്. അത് തുടങ്ങിയപ്പോൾ തന്നെ ഇറ്റ് കൈൻഡ് ഓഫ് ഗേവ് ദ ഫീലിംഗ് ആസ് ടു ഹൗ ദ സീസൺ ഇസ് ഗോയിങ് ടു പാൻ ഔട്ട്. അപ്പോൾ എന്തായാലും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഫിഞ്ചർ ഫാൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വളരെ ബോറായിട്ടാണ് തോന്നിയത്. പിന്നെ ഉള്ളത് അത് ലാസ്റ്റ് തിങ് എന്ന് പറഞ്ഞൊരു പൂച്ചക്കഥയാണ്. സോ ഈ സീസണിൽ ആക്ച്വലി 1-2 പൂച്ചക്കഥകളുണ്ട്. അപ്പോൾ പൂച്ച വാണ്ട്സ് ടു ടേക്ക് ഓവർ ദ വേൾഡ് ആൻഡ് ഇറ്റ് ടേക്സ് ദ ഹെൽപ്പ് ഓഫ് സെർവൻറ്റ് റോബോട്ട്. ഈ മെയ്ഡ് റോബോട്ട്സ് ഒക്കെ ആയിട്ട് ഫ്യൂച്ചറിസ്റ്റിക് സിനിമകളിൽ കാണുന്ന അങ്ങനത്തെ റോബോട്ടിൻ്റെ ഹെൽപ്പ് വെച്ച് ഇറ്റ്സ് ട്രൈങ് ടു ടേക്ക് ഓവർ ദ വേൾഡ്. നമ്മൾ ഈ സിമിലർ പ്രൊമൈസ് ഇതിന് മുമ്പും ഈ സീരീസിൻ്റെ പ്രീവിയസ് സീസൺസ് കണ്ടിട്ടുണ്ട്. പുതുമയായിട്ടൊന്നുമില്ല. ആൻഡ് ഇറ്റ് കൈൻഡ് ഓഫ് ഫെൽറ്റ് റഷ്ഡ്. അത് അത്ര ഒരു വലിയ വിശേഷമായിട്ട് തോന്നിയില്ല, ഒരു ഫില്ലർ എപ്പിസോഡ് പോലെ തോന്നിയത്. പിന്നെ 400 ബോയ്സ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അത് കുറച്ച് അടിപൊളിയായിരുന്നു. ജോൺ ബോയൊക്കെ അതിൽ വോയിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സെറ്റിങ്ങിൽ സൈബർനെറ്റിക്കലി എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഗാങ്സ്, അത് റൈവൽ ഗാങ്സ് എല്ലാം കൂടെ ടീമപ്പ് ചെയ്തിട്ട് ഏലിയൻ ബേബീസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. ആൻഡ് ഓൾ ഓഫ് ദം ആർ ലൈക്ക് മ്യൂട്ടൻസ് ആൻഡ് സൈബർനെറ്റിക്കലി എൻഹാൻസ്ഡ്. അപ്പോൾ ഒരു പ്രത്യേക ആർട്ട് സ്റ്റൈലാണ്, ഒരു രസമുള്ള ആർട്ട് സ്റ്റൈലാണ്. പക്ഷേ ഒരു ഐ ഡോണ്ട് നോ, ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഫാസ്റ്റ് ആൻഡ് ഒരു ചെറിയൊരു എന്താ പറയുക, കിറുങ്ങി അടിച്ചെടുത്ത് കാണാൻ പറ്റുന്ന പോലത്തെ ടൈപ്പ് ഒരു എപ്പിസോഡായിരുന്നു. അത് ഉണ്ടാക്കി വെച്ച ആളും കുറച്ചൊക്കെ ഒന്ന് കിറുങ്ങിയിട്ടുണ്ടാക്കിയ പോലെ. പിന്നെ ഗോൽഗോത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്ത ടിം മില്ലറാണ്. അതിൻ്റെ കഥ ആക്ച്വലി രസമാണ്. അതിൻ്റെ ലൈവ് ആക്ഷനാണ് മോസ്റ്റ്ലി. അതിൽ CGI ഉപയോഗിച്ചുള്ള 1-2 ക്യാരക്ടേഴ്സ് ഉള്ള, അല്ലാതെ ബാക്കിയെല്ലാം മോസ്റ്റ്ലി ലൈവ് ആക്ഷനാണ്. ഭൂമിയിലൊരു ഡോൾഫിൻ ചത്തിട്ട് ആ ചത്ത ഡോൾഫിൻ ഉയർത്തെഴുന്നേൽക്കുക. അപ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന അറിഞ്ഞിട്ട് വേറൊരു ദൂരെ എവിടെയോ ഒരു പ്ലാനറ്റിലുള്ള ഒരു അക്വാട്ടിക് ഇൻ്റലിജൻറ്റ് ലൈഫ് ഫോം ഉള്ള പ്ലാനറ്റിൽ നിന്നുള്ള ഏലിയൻസ് ഇവിടെ വന്നിട്ട് ദേ സ്റ്റാർട്ട് ബിലീവിങ് ദാറ്റ് ആ ഡോൾഫിൻ ഇസ് ദെയർ മെസ്സായ. അപ്പോൾ അവരിവിടെ വരുന്നു, അവരിത് ഉയർത്തെഴുന്നേറ്റ ഡോൾഫിനെ കാണുന്നു. അപ്പോൾ അവരെ മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ഒരു പള്ളിയിലച്ചനാണ്. അപ്പോൾ ആ കണ്ട പാടെ തന്നെ അവർ തീരുമാനിക്കുന്ന എന്നാൽ വി ടേക്ക് ഓവർ ദിസ് പ്ലാനറ്റ് എന്നോട്ടൊരു യുദ്ധം തുടങ്ങുന്നതായിട്ടാണ്. അതൊരു ലൈറ്റ് ഹാർട്ടഡ് ഫൺ എപ്പിസോഡ്. അഗൈൻ
പ്രത്യേകിച്ച് വലുതൊന്നുമില്ല, നമ്മളിങ്ങനെ കണ്ടുപോവുക എന്നുള്ളതല്ലാതെ കാര്യമായിട്ട് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. സ്മാർട്ട് അപ്ലയൻസസ് സ്റ്റുപ്പിഡ് ഓൺലൈൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മോർ ലൈക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹോം അപ്ലയൻസസ് എന്തൊക്കെ പരിഭവങ്ങളാണ് അവരുടെ ലൈഫിനെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ളൊരു ക്ലെയിമേഷൻ ആർട്ട് സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നത്. അത് ഒരു രസമുള്ള എപ്പിസോഡാണ്. പക്ഷെ ഇതിനേക്കാളും ബെറ്റർ രീതിയിൽ ഇതേ കോൺസെപ്റ്റ് ഇതിന് മുമ്പ് ഇവർ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് സീസൺസിൽ. അപ്പോൾ അതുകൊണ്ട് ഓക്കെ എന്നുള്ളതല്ലാതെ ഫ്രഷായിട്ട് പ്രത്യേകിച്ചായിട്ടും ഒന്നും ഇല്ലത്. ഓർ ഹീ ക്യാൻ ക്രീപ്പ് എന്നുള്ളൊരു വേറൊരു പൂച്ച എപ്പിസോഡ് ഉണ്ട്. അത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് സാധനമായിരുന്നു. അതായത് ഒരു പ്രീവിയസ് സെഞ്ച്വറീസിലോ മറ്റോ ഒരു പോയറ്റ് ഒരു പ്രിസണിൽ കിടക്കുകയാണ്. അപ്പോൾ ആ പോയറ്റിനെ കൊണ്ട് ഒരു പോയം എഴുതിക്കണം സെയ്റ്റിന്. ആ പോയം ഉപയോഗിച്ച് സെയ്റ്റിന് ഇൻസെൻസ് ടു ടേക്ക് ഓവർ ദ വേൾഡ്. അപ്പോൾ അതിന് സെയ്റ്റിനെതിരെ പോയറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോയറ്റിൻ്റെ പെറ്റ് ക്യാറ്റാണ്. അപ്പോൾ അതൊരു പൂച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും അവസാനം പൂച്ചയുടെ 9 ലൈഫ്സിൻ്റെ ആ ആസ്പെക്റ്റും പൂച്ചകൾക്കുള്ള സൂപ്പർ പവറും അങ്ങനെയൊക്കെ കുറേ സംഗതികളെല്ലാം മറ്റൊരു എപ്പിസോഡ്. അതിൻ്റെ ആനിമേഷൻ സ്റ്റൈൽ നല്ല രസമായിരുന്നു. ഒരിച്ചിരി ഒരേ സമയത്ത് ഒരു ബുക്കിലെ ഡ്രോയിങ് ഒക്കെ പോലെ ഇരുന്നു. അത് സ്പൈഡർ റോസ് ഉണ്ട്. അത് സ്പൈഡർ റോസ് ഇതിന് മുമ്പ് സ്വാം എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു പ്രീവിയസ് സീസണിൽ. അതിൻ്റെ ഒരു സെയിം യൂണിവേഴ്സിൽ സെറ്റായിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല, അത് ഇച്ചിരി ഒരു ട്വിസ്റ്റൊക്കെ ഉള്ളൊരു സംഗതിയാണ്, ഇച്ചിരി ഡാർക്കായിട്ടുള്ള സംഗതിയാണ്. ഒറ്റ സെയിം പോയിന്റ് ഓഫ് ടൈം ഇടയ്ക്ക് ഇച്ചിരി ഫീൽ ഗുഡ് ഒക്കെ ഉള്ളൊരു സംഗതിയാണ് അത്. പക്ഷേ റിയലിസ്റ്റിക് ആയിട്ട് ഓൾമോസ്റ്റ് റിയലിസ്റ്റിക് ആയിട്ടുള്ള പക്ഷേ ഫ്യൂച്ചർ സെറ്റ് ആർട്ട് സ്റ്റൈലിൽ ഉള്ളൊരു ഐറ്റമാണ്. നോക്കുക, ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ പലയിടത്തും കണ്ടതിൽ അധികം പേർക്ക് ഇഷ്ടപ്പെടാതിരുന്നൊരു സംഗതിയാണ്, പക്ഷേ ഐ കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ്. അതും ടിം മില്ലറിൻ്റെ ഒരു ഡയറക്ടോറിയലാണ്, ദ സ്ക്രീമിങ് ഓഫ് ദ ടിറാനോസോർ. അതാണ് മോസ്റ്റ് ഇതിൻ്റെ പ്രൊമോഷണൽ മെറ്റീരിയലും ഇതിൻ്റെ വീഡിയോസ് കാണാറുള്ളത്. വൈറ്റ് ടീറെക്സ് ഒരു ബാറ്റിൽ ഗ്രൗണ്ടിൽ ഗ്ലാഡിയേറ്റർ ബാറ്റിലൊക്കെ ഉള്ളൊരു സംഗതി. ഡൈനോസോഴ്സും അഗൈൻ മ്യൂട്ടൻറ്റ് ഹ്യൂമൻസും തമ്മിലൊരു ഗ്ലാഡിയേറ്റർ ഒരു ബാറ്റിൽ ടൈപ്പ് സംഗതിയാണ്. അതിനകത്ത് മിസ്റ്റർ ബീസ്റ്റിനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മിസ്റ്റർ ബീസ്റ്റിൻ്റെ ആ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളൊരു ക്യാരക്ടർ ഉണ്ട്. ഐ തിങ്ക് ഹി ഹാസ് ഗിവൻ ദ വോയിസസ്. ഒരുപാട് പേർക്ക് എപ്പിസോഡൊക്കെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഐ ലൈക്ക് ഇറ്റ്. ഒരു നല്ല രസമുള്ളൊരു സ്റ്റോറി ആയിട്ട് തോന്നും. രസമുള്ളൊരു കൂടുതൽ എക്സ്പ്ലോർ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നൊരു പ്ലോട്ട് ലൈനും വേൾഡും ഒക്കെ ആയിട്ട് ലൈക്ക് പറ്റിക്കോട്ടെ. ഇനിയുള്ള 2 സാധനങ്ങളാണ് ഇതിൽ നിന്ന് കൊള്ളാം എന്ന് 100% അടിപൊളി എന്ന് തോന്നിയ 2 സാധനങ്ങൾ ഇനിയുണ്ട്. ഒന്ന്, ഹൗ സീക്ക് ഗോട്ട് റിലിജൻ. അതൊരു ഹെൽബോയ്, ഓൾമോസ്റ്റ് ഒരു ഹെൽബോയുടെ ഒരു എപ്പിസോഡൊക്കെ പോലെ തോന്നുന്നു. ഹെൽബോയ് കോമിക്സിൽ നിന്ന് പറിച്ചെടുത്ത ഒരു എപ്പിസോഡ് പോലെ തോന്നുന്നു. വിഷ്വലിയും ആ ഒരു പഴയ കോമിക് ബുക്കിൻ്റെ ഒരു സൂപ്പർ ഹീറോ കോമിക് ബുക്ക് അല്ലെങ്കിൽ ഗ്രാഫിക് നോവലിൻ്റെ ഒക്കെ ഒരു ആർട്ട് സ്റ്റൈലാണ്. അത് നിങ്ങൾ കണ്ടു തന്നെ നോക്കണം. ഒരു വേൾഡ് വാർ സെറ്റിങ്ങിലുള്ള ഒരു സൂപ്പർ നാച്ചുറൽ പ്ലസ് വേൾഡ് വാർ 2 അല്ലെങ്കിൽ വേൾഡ് വാർ വൈബ്സ് ഒക്കെ ഉള്ളൊരു എയർക്രാഫ്റ്റ് മിലിറ്ററി ആക്ഷൻ മോൺസ്റ്റേഴ്സ് എല്ലാം ഉള്ള അടിപൊളി സാധനമാണ്. അതായത് പിന്നെയുള്ള ക്ലോസ് എൻകൗണ്ടേഴ്സ് മിനി കൈൻഡ്. ഇതിന് മുമ്പ് അവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സോംബി നൈറ്റ് ഓഫ് ദ മിനി ഡൈറ്റ് എന്ന് പറഞ്ഞ സീസൺ 3 ചെയ്തിട്ടുണ്ട്. മിനിയേച്ചർ സ്റ്റിൽ ഷിഫ്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്ത പോലെ വളരെ മിനിയേച്ചർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും എല്ലാവരും നമുക്കൊരു മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഐസോമെട്രിക് ആയി നേരത്തെ നമ്മൾ കണ്ടിരിക്കുന്ന സംഗതി സോംബി ഒരു അപ്പോക്കലിപ്സ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു. വളരെ ഫാസ്റ്റായിട്ട് ഹീര സൗണ്ടൊക്കെ ആയിട്ട് വോയിസ് ഓവറൊക്കെ ആയിട്ട് നല്ല കോമഡിയുള്ള സാധനമാണ്. ഇത്തവണ ഒരു ഏലിയൻ ഇൻവേഷൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് ഒരു ഇൻസ്പയർഡ് ആയിരിക്കുന്നത് ക്ലാസിക് ഏലിയൻ ഇൻവേഷൻ മൂവീസ് തൊട്ട് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരെ, വാർ ഓഫ് ദ വേൾഡ്സ് അങ്ങനത്തെ ഒക്കെ വരെ പോകുന്ന ആ ഒരു ഫുൾ ഏലിയൻ ഇൻവേഷൻ എങ്ങനെ ഒരു മിനി വേൾഡിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് ദീസ് ടു സീക്ക് ഗോട്ട് റിലിജനും വിൽ ബി മൈ പിക്ക് ഫ്രം ദിസ് സീസൺ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഒരു ഉഴപ്പിവിട്ട ഒരു ഫീലായിരുന്നു. സോ അതാണ് ദാറ്റ് ഇസ് ദ സമ്മറി ഓഫ് ലവ് ഡെത്ത് ആൻഡ് റോബോട്ട്സ് വോളിയം 4. ചുമ്മാ ടൈം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 എപ്പിസോഡ് സീക്ക് ഗോട്ട് റിലിജനും എന്തായാലും ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ മിനി കൈൻഡ്, അത് 2 കണ്ടു നോക്കാൻ ഇഷ്ടപ്പെടാൻ സാധ്യത. ബാക്കിയൊക്കെ ഏകദേശം ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ചിരിക്കും. ബട്ട് ദീസ് 2 ആർ ലൈക്ക് pretty good. അപ്പോൾ അടുത്ത സീസൺ ഇനി ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് വരുന്നത് വരേക്കും. ബൈ.